ഹായ് ഹലോ, ഇന്ന് നമുക്ക് മാംഗ്ലൂർ സ്റ്റൈൽ ഒരു പരിപ്പ് കറീൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് 2 തരം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത പരിപ്പ് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് കട്ടാക്കിയിട്ട് അതും കൂടെ ഈ പരിപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടികളാണ് ആവശ്യമുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. ഒന്ന് എയറൊക്കെ പോയി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ വറവിട്ടെടുക്കാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയൊക്കെ വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഒരു 2-3 വറ്റൽമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് അവസാനമായിട്ട് കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്കൊന്ന് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുക്കറൊന്ന് കുറച്ച് ടൈം അടച്ച് വെക്കുക. കുറച്ച് ടൈം കഴിഞ്ഞ് കുക്കറൊന്ന് തുറന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ മാംഗ്ലൂർ സ്റ്റൈൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.